അയാൾ ഒരു 15,000 രൂപ അന്ന് തന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് വരുമാനം. ഇതൊരു വലിയ സംഖ്യ. 500 രൂപക്കാണോ പഠിപ്പിക്കുന്നത്? എത്ര നാളത്തെ കോഴ്സ്? 6 മന്ത്. 6 മന്ത് ക്ലാസ് 500 രൂപ. അതാണ് ഞങ്ങളെ A to Z പ്രത്യേകത. അത് ശരി. 500 രൂപക്ക് 6 മന്ത്സ് കോഴ്സ് പറഞ്ഞാൽ ഈ 6 മന്ത്സിൽ നിങ്ങൾ എന്തൊക്കെ പഠിപ്പിക്കും? അവർക്ക് നമ്മൾ ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക് പെർഫെക്റ്റ് ആയിട്ട്. ഭയങ്കര റവല്യൂഷൻ ആണല്ലോ ഉണ്ടാക്കുന്നത്. വേറെ ആരും ഈ റേറ്റിൽ പഠിപ്പിക്കുന്നുണ്ടാവില്ലല്ലോ. ഗിവ് അവേ കൊടുക്കാറുണ്ട്, മെഷീന് കൊടുക്കാറുണ്ട്. എപ്പോഴും നമ്മൾ ചിന്തിക്കല് അത് അർഹതപ്പെട്ടില്ലവർക്ക് കിട്ടട്ടെ എന്ന്. അപ്പൊ അതും കൂടെ ഈ കൂട്ടത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ചെറിയ ഫീ ആയാലും അതിപ്പോ അതിനൊരു ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാല് ഇതൊരു തൊഴിൽ മാർഗ്ഗമാണല്ലോ. അവർ ഒരു മെഷീൻ കിട്ടുക പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇൻകം വരാറുണ്ട്. ആ സമയത്ത് തന്നെ അവർക്ക് അത് കൊടുക്കാനും കഴിയാറുണ്ട് നല്ല രീതിയിൽ. ഒരു വീട്ടമ്മയായി മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിന്ന് 20,000-ഓളം സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്ത, 20,000-ഓളം ആളുകൾക്ക് ജീവിതമാർഗം ഉണ്ടാക്കി കൊടുത്ത, നമുക്കെല്ലാം വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നൂർജാൻ എന്ന് പറയുന്ന അരീക്കോടത്തെ വളരെ സക്സസ്ഫുള്ളായ ഒരു ഓൺട്രപ്രണറെ. എങ്ങനെയാണ് ഇതിലേക്ക് നിങ്ങൾ വന്നതും ഇത് തുടങ്ങിയതൊക്കെ? സ്റ്റിച്ചിങ് ഞങ്ങൾ കുടുംബപരം പാരമ്പര്യമായിട്ട് ഉമ്മ സ്റ്റിച്ച് ചെയ്യായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് സ്റ്റിച്ചിങ്ങിനോട് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉമ്മ അങ്ങനെ കട്ട് ചെയ്യണ ഒരു ശബ്ദം ഉണ്ടല്ലോ, കത്രികൻ്റെ ശബ്ദം, അതെനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ എത്ര രാത്രി ആയാലും ഉമ്മ, ഞങ്ങൾ ഒരു 8 മക്കളുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ ഉമ്മക്ക് കട്ട് ചെയ്യണ സമയത്ത് ഒരു പ്രയാസമില്ലാതിരിക്കാൻ രാത്രിയാണ് ഉമ്മ കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആ മേശമേൽ ഇങ്ങനെ ചെവി വെച്ചിട്ട് ആ ശബ്ദം ഇങ്ങനെ കേൾക്കുമായിരുന്നു. അത് മാത്രമാണ് ഞാനും ടൈലറിങ്ങും തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നത്. പിന്നെ വല്ലപ്പോഴൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കുമായിരുന്നു, ഒരു ലൈനിട്ടൊക്കെ നോക്കുമായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഒരു ടൈലറിങ്ങിൻ്റെ ആ ഒരു മേഖലയ്ക്ക് വന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞു നമ്മൾ വീട് താമസം മാറ്റിയപ്പോൾ പിന്നെ മോൾക്കൊരു 2-3 വയസ്സൊക്കെ ആയി തുടങ്ങിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അമ്മ ചെയ്യണ കണ്ടിട്ടാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ കൂടുതലായിട്ട് ടൈലറിങ്ങിലേക്ക് വന്നില്ല. പക്ഷെ നമ്മളെ ഉള്ളിൽ എന്തോ ആ ഒരു കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും നമ്മളങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഒരു പഞ്ചായത്തിൻ്റെ കീഴിലൊരു ക്ലാസ് ഉണ്ട് പറഞ്ഞപ്പോൾ അവിടെ 2 മാസം പോയി. അതിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അത് വെച്ചിട്ട് പിന്നെ മോൾക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലങ്ങനെ മുന്നോട്ട് പോയിരുന്നു. പിന്നെ അയൽപ്പക്കത്തുള്ളവരൊക്കെ അവർ ഡ്രസ്സ് കൊണ്ടുവരും. ചിലത് റെഡിയാവും, ചിലത് ഫ്ലോപ്പ് ആവും. എങ്കിലും അവർ പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊന്നും കുഴപ്പമില്ല, ചെയ്താൽ മതി എന്നുള്ള നിലക്ക് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം മോൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അരീക്കോട് ടൗണിൽ പോയത്. അവരെ ഷോപ്പിൽ ഒരു ലേഡി വന്നിട്ടുണ്ട്, കസ്റ്റമറാണ്. അപ്പോൾ ഇവരൊരു കാക്കയാണ്. അപ്പോൾ ആ ലേഡിക്ക് ഇങ്ങനെ കാക്ക അളവെടുക്കണത് ഇഷ്ടമില്ല. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങളൊന്ന് അളവെടുക്കുമോ ചോദിച്ചു. അപ്പോൾ അത്ര ഈ ടൈലറിംഗ് ആയിട്ടൊരു ബന്ധം ഇല്ലെങ്കിലും ഇല്ലയെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ അളവെടുക്കാൻ പറഞ്ഞു. എങ്ങനെയെന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാൻ അളവെടുത്തോളാം പറഞ്ഞു. അയാളൊരു ഉപജീവന മാർഗ്ഗമല്ലേ, അപ്പോൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചത്. അപ്പോൾ അളവെടുത്ത് കൊടുത്തു. അപ്പോൾ അയാൾ ഓക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അന്ന് വീട്ടിലേക്ക് പോന്നു. പിന്നെ അത് വാങ്ങാൻ വേണ്ടി, ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വീണ്ടും പോയപ്പോൾ അയാളിനോട് ചോദിച്ചു, സ്റ്റിച്ചിങ് അറിയോ ചോദിച്ചു. അപ്പോൾ അറിയാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുമോ ചോദിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു മോട്ടറുള്ള മെഷീനൊന്നും ചവിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനാന്ന് പറഞ്ഞാൽ ചവിട്ടിയ പാടനെ തുണി പറന്നുപോയി. പിന്നെ അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ആക്സിലേറ്റർ നമ്മളൊരു ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി, ആഞ്ഞ് ചവിട്ടണ്ടെന്നുള്ളത് മനസ്സിലായത്. പിന്നെ അയാൾ വീണ്ടും ഒരു തുണിയും കൂടെ തന്നു. അപ്പോൾ ചെയ്തപ്പോൾ ഓക്കെ ആയി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, പാൻ്റ് ഒന്ന് കട്ട് ചെയ്ത് തരാം, ഒന്ന് സ്റ്റിച്ച് ചെയ്യുമോ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു തന്നു, നമ്മളത് ചെയ്തു. പക്ഷെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, ഇവിടെ വരുമോ ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് വിദേശത്താണ്. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യമില്ല ഹസ്ബൻഡിന്, അങ്ങനെ നമ്മൾ പുറത്ത് പോയി പോകണം അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു അവസരം ഉണ്ട്, അപ്പോൾ പിന്നെ ഒന്ന് പോയാലോ ചോദിച്ചു. അന്ന് മോനക്ക് 3 മാസം പ്രായമായിട്ടുള്ളൂ, ചെറിയ മോനക്ക്. ഇപ്പോൾ 10th പഠിക്കണം മോനക്ക് 3 മാസം പ്രായം. അപ്പോൾ എൻ്റെ മോളന്ന് ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് അങ്ങനെ ആണ്. അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ അടുത്ത്, ഞാൻ നോക്കിക്കോളാം പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, അവിടെ പോയാൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പഠിക്കാൻ കഴിയും. ഇത് മറ്റുള്ളവരിലേക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു വരുമാന മാർഗ്ഗം കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഹസ്ബൻഡ് വേണ്ട പറഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ പറഞ്ഞു, അതൊരു നല്ല ഇതല്ലേ, അവളെന്തെങ്കിലും ചെയ്യാലോ, അവൾ പോയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഉമ്മ ഓക്കെ പറഞ്ഞാൽ പിന്നെ അവിടെ നോ ഇല്ല, ആയിക്കോട്ടെ പോയിക്കോട്ടെ, ആ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ആ ഇമ്മാൻ്റെ അന്നത്തെ ഒരു സപ്പോർട്ടിലാണ് ആ ഷോപ്പിൽ പോകാൻ അവസരം ഉണ്ടായത്. 3 മാസം ഞാൻ പോയി.
അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് അന്ന് അവിടുന്ന് കൂലി അങ്ങനെയൊന്നുമില്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, പീസ് വർക്കാണ് എങ്കിലും നമ്മളവിടെ കാര്യങ്ങൾ പഠിക്കാൻ പോയില്ലേ. പക്ഷെ അവർ ഭയങ്കര കണിശക്കാരനായിരുന്നു. നമ്മളിപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു നെക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരിത്തിരി ഒരു സൂചി നെക്കുമ്പോൾ പൊങ്ങിപ്പോയാൽ അയാൾക്കത് മനസ്സിലാവും. അപ്പം ഇങ്ങനെ എറിയും, മേൽക്കണ്ടിട്ട് തരും. അത് ശരിയല്ല. അപ്പോൾ നമ്മൾ തലക്കന്ന് അഴിച്ച് റെഡിയാക്കി അയൺ ചെയ്തിട്ട് എന്നിട്ട് റെഡിയാക്കി കൊടുത്തെങ്കിലേ ഓക്കെ ആവുള്ളൂ. പക്ഷേ ഞാൻ 3 മാസം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അതിൻ്റെ ഏകദേശ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കണ്ടെത്തി പഠിച്ചിരുന്നു. ഒരു കസ്റ്റമർ വരുമ്പോൾ എങ്ങനെ അളവെടുക്കണമെന്നും, അളവെടുത്തിട്ട് നമ്മൾ അളവ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് മെത്തേഡ് കൂട്ടി ഡിവൈഡ് ചെയ്തിട്ട് അവർ കട്ട് ചെയ്തിട്ട് നമുക്ക് തരുമ്പോൾ ഈ രണ്ടളവുകൾ തമ്മിലുള്ള മാറ്റം എന്താണെന്നും ഞാനൊരു നോട്ടിൽ എഴുതിയിട്ട് രാത്രി വന്നിട്ട് അത് എത്രയാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ചു, ഏതൊക്കെ രൂപത്തെ ആഡ് ചെയ്തു, അങ്ങനെയൊന്നും അവർ പറഞ്ഞു തരില്ലല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഷോപ്പ് എടുത്തുന്ന ആളല്ലേ, നമുക്ക് തരുന്നൊരു പരിധിയില്ലേ, നമ്മളെ പഠിപ്പിച്ചറിഞ്ഞ് പോയതല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് എഴുതി അത് പിന്നെ മോളെ ഡ്രസ്സിൽ പരീക്ഷിച്ച് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ മെച്ചപ്പെടാൻ തുടങ്ങി. പിന്നെ അയാളെ കയ്യിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് വളരെ നീറ്റായിട്ട് ചെയ്യാനുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടായത്. ഇന്ന് ഈ സീറ്റിലിരിക്കണതും അതെ. പിന്നെ നല്ല ദേഷ്യമായിരുന്നു. അപ്പോൾ നമ്മൾ പേടിച്ചിട്ട് കേടുവരുത്താതെ നീറ്റായിട്ട് അയാൾ പറയുന്ന പോലെ ഒക്കെ ചെയ്യും. അപ്പോൾ എത്ര ടൈം, എനിക്ക് 3 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു വരണമല്ലോ. 11 മണിക്ക് മോനെ ഉറക്കിയിട്ട് പോണതാണ്, 3 മണിക്ക് വീട്ടിലെത്തണം. അപ്പോൾ അതിൻ്റെ മുമ്പ് എൻ്റെ അടുത്ത് പറയും, ഒന്നാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ക്ലീൻ ആയിരിക്കണം, തോന്നിയ പോലെ ചെയ്തിട്ട് പോവരുത് പറയും. അപ്പോൾ ഒന്നുള്ളെങ്കിൽ അത് ക്ലീനായിട്ട്. പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോരുമ്പോൾ അയാൾ എന്നോട് ചോദിച്ചു എന്തെങ്കിലും പഠിച്ചോ ചോദിച്ചു. അപ്പോൾ ഏകദേശമൊക്കെ പഠിച്ചു, ഇനി കഴിയില്ല, അപ്പോഴത്തേനും മോൾക്ക് സ്കൂൾ ഉറക്കപ്പം കഴിയില്ല പറഞ്ഞു. അയാളൊരു 15,000 രൂപ അന്ന് തന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് വരുമാനം. അതൊരു വലിയ സംഖ്യ. അതെനിക്ക് വല്ലാത്തൊരു സന്തോഷമായി. പിന്നെ അങ്ങനെ വീട്ടിൽ വെച്ച് ചെയ്യും, അങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു. അതിൽ പിന്നെ അടുത്തുള്ള നമ്മളെ നൈബർ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയോ ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിലുള്ള ഒരു അറിവല്ലേ അത് ഷെയർ ചെയ്താൽ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. അങ്ങനെയാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കൂടുതൽ പേര് വന്നു. പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് പിന്നെ ഞാനൊരു 10 ദിവസത്തിന് 1000 രൂപ വെച്ചിട്ട് ഫീസ് വാങ്ങി 40 ദിവസം കൊണ്ട് അവരെ പഠിപ്പിച്ചു വിടും. അത് അവരുടെ അടുത്ത് ഞാൻ പറയും, നിങ്ങൾക്ക് ശരിക്കും പുറത്തേക്ക് ചെയ്യാനുള്ള കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിക്കുക. പിന്നെ മിക്ക ആൾക്കാർക്കും ധൈര്യം ഉണ്ടാവില്ല, കട്ടിങ് ആണ് പേടി. സ്റ്റിച്ചിങ് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും, പക്ഷെ അവരെ ഞാൻ കട്ട് ചെയ്യാനുള്ള കോൺഫിഡൻറ്റ് ഉണ്ടാക്കി അവരെ വളർത്തി ആ ലെവലിൽ എത്തിക്കും. മിക്ക ആൾക്കാരും പുറത്തേക്ക് ചെയ്യണവരാണ് പഠിച്ചവർ. അപ്പോൾ പിന്നെ അവരെ റിലേറ്റീവൊക്കെ ചോദിക്കൽ തുടങ്ങി ഓൺലൈനായിട്ട് പഠിപ്പിച്ചുകൂടെ. ഈ ഓഫ്ലൈനായിട്ട് എത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവും? ഒരുപാട്. അത് എത്രയെന്ന് വെച്ചാൽ എത്ര വർഷം പഠിപ്പിച്ചിട്ടുണ്ടാവും? ഒരു 7 വർഷം പഠിപ്പിച്ചു. 7 വർഷം. ആവറേജ് ഒരു മാസം എത്ര കുട്ടികൾ വന്നിട്ടുണ്ടാവും? ഒരു ബാച്ചിൽ ഞാൻ 10 ആളെടുക്കുള്ളൂ. 10 ആളെ വീട്ടിൽ തന്നെ വെച്ചാൽ? പോർച്ചിൽ ഒരു മെഷീനും 6 മെഷീനും ഒരു കട്ടിംഗ് ടേബിൾ ഇട്ടിട്ട് അങ്ങനെ പഠിപ്പിച്ചത്. അങ്ങനെ 7 വർഷം പഠിപ്പിച്ചു. 7 വർഷം. അപ്പോൾ ഇത് ഏത് സമയത്ത് പിന്നെ ഇത് ഓൺലൈനിലേക്ക് ആക്കിയത്? കോവിഡ് വന്നേരം നിർത്തി. എല്ലാവരും ഓൺലൈൻ ആയ പോലെ നിങ്ങളും കോവിഡിൽ ഓൺലൈൻ? ഇല്ല, കോവിഡിൽ പിന്നെ ഒന്നും ചെയ്തില്ല, പിന്നെ സ്റ്റോപ്പായി പോയി. പിന്നെ കോവിഡിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിപ്പിച്ചവരെ അവരൊക്കെ അനുഭവങ്ങൾ മറ്റുള്ളവർ കാണുകയാണല്ലോ, അവരിങ്ങനെ ഏൺ ചെയ്യണമൊക്കെ. അപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുകയോ ചോദിച്ചു. അപ്പോൾ ഓൺലൈനിൽ പഠിപ്പിച്ചുകൂടെ ചോദിച്ചു. അപ്പോഴാണ് ഞാനും ചിന്തിച്ചത് ഓൺലൈനിൽ പഠിപ്പിക്കാമല്ലോ, അതിനെന്താ കുഴപ്പമെന്ന്. അപ്പോഴാണ് ഞാൻ സൂം മീറ്റ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. പക്ഷെ 3 മാസം കൊണ്ട് അത് സക്സസ് ആക്കാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ കൊടുക്കണത് അവർക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിലും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഡൗട്ട്സും പലർക്കും പല രീതിയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ്. ഓരോ ഡൗട്ട്സിനും വീഡിയോ എടുക്കാനിരുന്നു എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മാറി, ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അനിയത്തിൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇത് ഒരു റെക്കോർഡഡ് വീഡിയോ ഷെയർ ചെയ്യാൻ എനിക്കൊരു ആപ്പ് വഴി ചെയ്യണം, അതിനെന്താ മാർഗം? അപ്പോൾ എന്നോട് പറഞ്ഞു, ആദ്യം നമ്മളൊരു 500 കുട്ടികളെങ്കിലും ഉണ്ടാക്കണം, ആ പൈസയിൽ നിന്ന് വേണം നമുക്കൊരു ആപ്പ് ഉണ്ടാക്കാൻ, അല്ല നമ്മളെ കയ്യിൽ നിന്ന് അങ്ങനെ എടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല പറഞ്ഞു. റെക്കോർഡഡ് വീഡിയോ നമ്മൾ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴി കൊടുക്കാന്നുള്ള രീതിയിൽ വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഈ ഓൺലൈനിലൂടെ ആക്കി എന്ന് പറഞ്ഞില്ലേ, സൂമിലൂടെ അത് പ്രാക്ടിക്കൽ അല്ലായിരുന്നു. അപ്പോൾ റെക്കോർഡഡ് വീഡിയോസ് കൊടുക്കാം, ആദ്യം കൊടുക്കാം. അങ്ങനെ അപ്പോൾ റെക്കോർഡഡ് വീഡിയോസ് കൊടുത്തത് നിലവിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് തന്നെയാണോ? അതെ. ഓക്കെ. അതിലൂടെ എത്ര കുട്ടികൾ, പിന്നെ എത്ര റെക്കോർഡഡ് വീഡിയോ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ കുടുംബശ്രീ വഴി പിന്നെ CDSൻ്റെ നമ്പർ കളക്ട് ചെയ്തിട്ട് അവരിലൂടെ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കും, വീട്ടിലാണോ, നമുക്ക് സ്ഥാപനം ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ജെനുവിനിറ്റി ഉറപ്പാക്കാൻ അവർക്ക് അപ്പോൾ ഒരാൾ കുറേ അഡ്മിഷൻ അങ്ങനെ പോയിട്ടുണ്ട്, സ്ഥാപനം ഇല്ല. അപ്പോൾ അത് ഇന്ന സമയത്തോളം എനിക്കും അപ്പോൾ ഇത് ഒരു സ്ഥാപനം നിർബന്ധമായി തോന്നി. ഇതിൻ്റെ ജെനുവിനിറ്റി ബോധ്യപ്പെടുത്താൻ നമുക്കൊരു പിന്നെ
കുടുംബശ്രീ സംരംഭക എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ ഇപ്പോൾ നമ്മൾ ആരെടുത്തും നമ്മളൊരു കുടുംബശ്രീ സംരംഭം എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ അതൊരു വിഷയം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ലേഡീസിലേക്ക് എത്തിക്കുക. ഇങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടാവും, പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, അവരെ കോൺഫിഡൻ്റ് ആക്കി എടുക്കുക. മിക്ക ആൾക്കാർക്കും സ്റ്റിച്ചിങ് അറിയാം, കട്ട് ചെയ്യാൻ പേടിയുള്ളവരാണ് മിക്ക ആൾക്കാരും. അപ്പോൾ അവരെ കോൺഫിഡൻ്റ് ആക്കി എടുക്കാനുള്ള മാർഗ്ഗങ്ങളിലേക്കാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ നമ്മൾ ഒരുവിധം ജില്ലകളിലൊക്കെ ആദ്യം നമ്മൾ മലപ്പുറം ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് സാറെ കണ്ടിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു നമുക്ക് സർട്ടിഫിക്കറ്റ് വേണം അങ്ങനെ കുടുംബശ്രീൻ്റെ. അപ്പോൾ സ്റ്റിച്ച് അപ്പോൾ ഓൺലൈനിൽ പഠിക്കാൻ കഴിയുമെന്നാണ് എല്ലാവരും ഡൗട്ട്സ്. ഇതിപ്പോൾ കട്ട് ചെയ്യാൻ പേടിയല്ലേ, എന്തിനായാലും നമ്മളെല്ലാം പഠിപ്പിക്കും. ഇപ്പോൾ ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക്, പാൻറ്റ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട്, അങ്ങനെ എല്ലാം. അപ്പോൾ എല്ലാം നമ്മൾ ചെയ്ത് പഠിപ്പിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ഇത് നമ്മൾ സക്സസ് ആണെന്ന് ഓരോ സ്റ്റുഡൻറ്റ് നമ്മുടെ അടുത്ത് പറയാണ്. ഞങ്ങൾ ഇത്ര പ്രതീക്ഷിക്കില്ല, ഞങ്ങൾ ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ പഠിപ്പിച്ചെടുക്കും എന്നുള്ളത്. അപ്പോൾ അവർ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെടുത്ത് പറഞ്ഞു ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ജില്ലകളിലും നമുക്ക് ക്ലാസ് നടത്താമെന്നുള്ള ഒരു അനുമതി നമ്മളെ പിന്നെ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ നൽകാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അപ്പോൾ അങ്ങനെ നമ്മൾ കോഴിക്കോട് പിന്നെ അവിടുത്തെ നമ്മൾ പറഞ്ഞു നമുക്കിങ്ങനെ എല്ലാ CDSൻ്റെ നമ്പർ വേണം, അപ്പം ഷെയർ ചെയ്യാനാണ്. അവർ 100% നമ്മളെടുത്ത് സഹകരിച്ചു. ഇത്രമാത്രം സപ്പോർട്ട് ചെയ്ത ഒരാളില്ല കേട്ടോ, അങ്ങനെ പറയാം. നമ്മളെ കുടുംബശ്രീയിൽ ഇത്രമാത്രം നമ്മളെ കോർഡിനേറ്റർ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് കോഴിക്കോടത്തെ അവരാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല. അങ്ങനെ ഓരോ CDSനെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെടുത്ത് പിന്നെ ഓക്കെ അവരങ്ങനെ ഷെയർ ചെയ്തു. അങ്ങനെ ഷെയർ ചെയ്ത് ഒരുപാട് പേരിലേക്ക് എത്തി. ക്ലാസ്സിൽ കയറിയോ ഇല്ലയെന്നല്ല, പക്ഷെ എത്താനുള്ള ആ ഒരു ശ്രമം വിജയിച്ച്. നമ്മൾ മാർക്കറ്റിംഗ് ശരിക്കും ചെയ്തത് കുടുംബശ്രീയുടെ കണക്ഷൻസ് വഴിയാണ്. സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. അന്ന് നമ്മൾ കുറച്ചും കൂടെ ഫീ കൂട്ടിയിട്ടായിരുന്നു ചിന്തിച്ചിരുന്നത്. 1000 രൂപയെങ്കിലും കിട്ടണം ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഏൺ ചെയ്യാൻ കഴിയുള്ളൂ എന്നൊരു തോന്നലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളത് കുറച്ചു. കാരണം എല്ലാവർക്കും പിന്നെ ഒരു അഫോർഡബിളായ ഒരു ഫീ എന്ന് വെച്ചാൽ ഒരു 500 രൂപ ആകുമ്പോൾ ഒരു 5000 രൂപ ഫീ ഇട്ടാലും ചിലപ്പോൾ ചിലർ കയറും. ഞാൻ ആരെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് പറഞ്ഞത് വെച്ചിട്ട് ഇപ്പോൾ വേറെ ആരെങ്കിലും കയറും. പക്ഷെ അങ്ങനെയല്ലല്ലോ, 500 രൂപ ആകുമ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പോയാലും 500 അല്ലേ, ആ രീതിയിൽ കയറി അങ്ങനെ വരുന്നവരുണ്ടായിരിക്കും. അപ്പം അങ്ങനെ വന്നാലും അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും ക്ലാസ്. നിങ്ങൾ 500 രൂപക്കാണോ പഠിപ്പിക്കുന്നത്? എത്ര നാളത്തെ കോഴ്സ്? 6 മന്ത് ക്ലാസ് 500 രൂപ. അതാണ് ഞങ്ങളെ A to Zന്റെ പ്രത്യേകത. അത് ശരി. 500 രൂപക്ക് 6 മന്ത്സ് കോഴ്സ് പറഞ്ഞാൽ ഈ 6 മന്ത്സിൽ നിങ്ങൾ എന്തൊക്കെ പഠിപ്പിക്കും? അവർക്ക് നമ്മൾ ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക് പെർഫെക്റ്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഭയങ്കര റെവല്യൂഷനാണല്ലോ ഉണ്ടാക്കുന്നത്. വേറെ ആരും ഈ റേറ്റിൽ പഠിപ്പിക്കുന്നുണ്ടാവില്ലല്ലോ. ഓൺലൈനിലൂടെ ടൈലറിങ് പഠിപ്പിച്ച് ഭയങ്കര സക്സസ് സ്റ്റോറി ഉണ്ടാക്കിയ ഒരു കപ്പിളിനൊക്കെ എനിക്കറിയാം നോർത്ത് ഇന്ത്യയിൽ. പക്ഷേ അവരൊക്കെ റേറ്റും നിങ്ങൾ പറയുന്ന റേറ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എന്നിട്ട് 500 രൂപയിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു, കുടുംബശ്രീ ആൾക്കാർ ത്രൂ പ്രൊമോട്ട് ചെയ്തു. അതിപ്പോൾ എത്ര വർഷമായി? അതൊരു 1.5 വർഷമായിട്ട്. 1.5 വർഷമായി. എത്ര കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും? 20,000-ഓളം കുട്ടികൾ. അതിൻ്റെ മീതെ എന്നല്ലാതെ താഴോട്ട് ഒന്നുമില്ല നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. 20,000-ഓളം ആളുകൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് കൂടുതൽ വരുന്നത്? ഏതൊക്കെ ലൊക്കേഷൻസ് ഉള്ള ആൾക്കാരാണ് വരുന്നത്? 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളാണ് നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി. 6ാം ക്ലാസ് പഠിക്കുന്നത്. അത് ഒരു ദിവസം മെഷീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കോളിൽ വന്നപ്പോൾ ഞാൻ അവരെ ഉമ്മയാണ് എൻ്റെ സ്റ്റുഡൻറ്റ് വിചാരിച്ചു. അപ്പോൾ മോളാണ് മെഷീൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഉമ്മാനെ വിളിക്കുക പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ടീച്ചറെ ഞാനാണ് സ്റ്റുഡൻറ്റ് പറഞ്ഞു. എന്നിട്ട് അവർ സ്റ്റിച്ച് ചെയ്തതൊക്കെ കാണിച്ചു തന്നു. ഞാൻ എന്നെ അത്ഭുതപ്പെട്ടു പോയി. അത് പറയാതിരിക്കാൻ പറ്റില്ല. 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരിക്കണമെങ്കിൽ. അതേപോലെ അമേരിക്കയിൽ നിന്ന് നമുക്ക് 72 വയസ്സായ ഒരു ടീച്ചറുണ്ട്. കഴിഞ്ഞ ഓണത്തിന് ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങളുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഞാനാണ് സ്റ്റിച്ച് ചെയ്തത്, അപ്പോൾ ഈ ഓണം നൂർജാൻക്കുള്ളതാണെന്ന്. അങ്ങനെ അമേരിക്കയിൽ സെറ്റിൽഡ് മലയാളി. മലയാളി. നമുക്ക് UK, USA, ദുബായ്, ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, അങ്ങനെ പുറത്തുനിന്ന് എല്ലായിടത്തും സ്റ്റുഡൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ 14 ജില്ലകളിൽ നിന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുണ്ട്, കർണാടകയിൽ നിന്നുണ്ട്. പിന്നെ എനിക്ക് തമിഴ് സംസാരിക്കാൻ അറിയില്ല, പക്ഷെ അവർ പറയുന്ന മലയാളം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കർണാടകയിൽ നിന്നും അങ്ങനെ അവരെ എന്ത് നമുക്ക് അത്ര കണ്ട് ക്യാച്ച് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവർ നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് മനസ്സിലാവും. പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ കുറച്ചൊക്കെ ഞാൻ എങ്ങനെയൊക്കെ മനസ്സിലാക്കി ഒരുവിധം റെഡിയാക്കി കൊടുക്കും. പക്ഷെ അവരൊക്കെ അതിൽ സക്സസ് ആണ്. 1000 രൂപ ഫീസിൽ എത്ര നാൾ പഠിപ്പിച്ചു? 6 മാസത്തോളം. 6 മാസം. 6 മാസത്തിന് ശേഷം ഇത് 500 രൂപ ഫീസിലേക്കാക്കി മാറ്റി. അപ്പോൾ ഈ 1000 രൂപ ഫീസിൽ വന്നതിനേക്കാൾ എത്ര കുട്ടികൾ അധികം വന്നു 500 രൂപയിലേക്കാക്കിയപ്പോൾ? പിന്നീട് അവിടെ നിന്നിട്ടുള്ളവരൊക്കെ 500 രൂപക്കല്ലേ വന്നത്. ആണ്. അപ്പോൾ ഈ 1000-ലോ 500-ലോ ഒക്കെ കൂടി ടോട്ടൽ എത്ര? ഒരു 25,000 ആൾക്കാരെ പഠിപ്പിച്ചു. 20,000-ഓളം ആൾക്കാരെ പഠിപ്പിച്ചു. ഈ നിങ്ങൾ സാധാരണ ഒരു ഓൺലൈൻ കോഴ്സ് എടുത്തുന്ന പോലെ ടൈലറിങ് ഓൺലൈനിൽ നിങ്ങൾ 20,000 ആൾക്കാരെ പഠിപ്പിച്ചു പറഞ്ഞാൽ 20,000 ആൾക്കാരിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഇപ്പോൾ ഇത് ഒരു ജീവിതമാർഗ്ഗം ആക്കിയിട്ടുണ്ടാവില്ലേ? ഇഷ്ടം പോലെ. കുറേ പേര് നമ്മൾ വിളിച്ച് ഫീഡ്ബാക്ക് പറയാറുണ്ട്. ചിലർ കരയാറുണ്ട്. ഒരു ദിവസം പിന്നെ പാലയിൽ നിന്ന്, കോട്ടയം പാലയിൽ നിന്ന് ഒരു കുട്ടി വിളിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചാൽ അവിടെ ഒരു വേക്കൻസി ഉണ്ടോ, ഹസ്ബൻഡ് മരിച്ചതാണ്, 4 വയസ്സായ
മോനുണ്ട്, അപ്പോൾ ഓനെയും കൊണ്ട് അവിടെ വന്ന് താമസിച്ച് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളങ്ങനെ ഇവിടെ ഒരു വേക്കൻസി കൊടുക്കാൻ മാത്രമുള്ള ഒരു ഇതില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു 500 രൂപ മുടക്കിയിട്ട് നിങ്ങളിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും, എന്നിട്ട് പിന്നെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഏണിംഗ് മാർഗ്ഗം ഇല്ലാതിരിക്കില്ല, പക്ഷെ നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാവണം. നമുക്കൊരു 500 തന്ന് അതുകൊണ്ട് ഞാൻ പഠിക്കുമെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാനുള്ള അതിൻ്റെ എല്ലാ ടിപ്സും പറഞ്ഞ് ഞാൻ ക്ലാസ് തരാം. ഇപ്പോൾ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്, അതിൽ വരുമാന മാർഗ്ഗമുണ്ട്. എപ്പോഴും വിളിക്കും, രാവിലെ വിളിക്കും, ഷോപ്പിൽ ഇറങ്ങണ മുമ്പ് വിളിക്കും, എൻ്റെ അടുത്ത് പറയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങണമെന്ന് പറയും. അവരെ സംബന്ധിച്ചുള്ള ദൈവമാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണ ഏറ്റവും നല്ലൊരു പിന്നെ ഇതെന്താ കർമ്മം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിലുള്ള കഴിവ് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചിങ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് അല്ലാഹു ഇങ്ങനെയാണ് കണക്കാക്കിയത്, ഈ രീതിയിൽ ടീച്ചിങ്. പിന്നെ എല്ലായിടത്തും ഞാൻ പറയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കണം, നിങ്ങൾ മെസ്സേജ് അയച്ച് ഇന്നെ വെയിറ്റ് ചെയ്യരുത്. കാരണം നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സമയമാണ് നമുക്ക്, ഈ സമയത്ത് നമ്മളൊരു ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ അതൊന്ന് പൂർത്തീകരിച്ച് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ സമയത്ത് ടീച്ചർ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നിരാശയല്ലേ. അപ്പം മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ കാണാൻ സമയം പിടിക്കും, കുറേ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ കോൾ ചെയ്താൽ മതി, ആ സമയത്ത് ഇനി അവർക്ക് ഞാൻ വീഡിയോ കോളിൽ പോകണമെങ്കിൽ അങ്ങനെ പോകും. ഞാൻ അവർക്ക് ആ ഡൗട്ട്സ് എന്താണെന്ന് വെച്ചാൽ അപ്പം എന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും. അവർ കോൺഫിഡൻറ്റ് ഇല്ലാതെ കട്ട് ചെയ്യാൻ പേടിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പറയും ഞാനിവിടെ ഇല്ലേ, ഞങ്ങൾ ധൈര്യമായിട്ട് കട്ട് ചെയ്തോളിയും പറഞ്ഞ് വീഡിയോ കോളിൽ ഞാൻ അവരെ കൂടെ. അപ്പോൾ അവരുടെ അടുത്ത് പറയും ഞങ്ങൾ അടുത്ത് നിൽക്കണ പോലെ ഫീൽ ചെയ്യാമെന്ന്. ഓഫ്ലൈനിൽ എത്രയോ തവണ പഠിക്കാൻ പോയ വ്യക്തികളുണ്ട്, അവർക്ക് കഴിഞ്ഞിട്ടില്ല പഠിക്കാൻ. അവർ ഈ ഓൺലൈനിൽ വന്നിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് പുറത്തേക്ക് ചെയ്യണവരാണ്. പിന്നെ അവരിൻ്റെ അടുത്ത് ചോദിക്കണത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചാർട്ട് വേണമെന്ന്, കൂലി വാങ്ങാനുള്ള ചാർട്ട് വേണം പറഞ്ഞ് വിളിക്കുമ്പോൾ അതെനിക്ക് വല്ലാത്തൊരു അനുഭവമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻറ്റുകൾ തിരുവനന്തപുരത്തു നിന്നാണ്. 4000 5000 ഒന്നും അല്ല, അതിൻ്റെ ഒക്കെ മേലെ. എന്തുകൊണ്ടറിയില്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാൻ എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ പഠിപ്പിക്കും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇതുവർക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുണ്ടോയെന്ന് അറിയണ്ടേ. അപ്പോൾ ഞാൻ ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ, ഞാൻ കൊടുക്കുന്ന ക്ലാസ്സിൻ്റെ കറക്റ്റ് മെത്തേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചാനലിട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഡെമോ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കും ഞങ്ങൾ ഓഫ്ലൈനിൽ പോയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ ഓൺലൈനിൽ പഠിക്കാൻ കഴിയുമോ അങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പാൻറ്റ് ബോഡിയിൽ അളവെടുത്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങളതിൽ സക്സസ് ആവണമെങ്കിൽ മാത്രം 500 രൂപ അടിച്ച് കയറിയാൽ മതി. പിന്നെ 500 രൂപേൻ്റെ ക്ലാസ് അല്ലേ, അപ്പോൾ അത് ക്വാളിറ്റി ഉണ്ടാവില്ല, അങ്ങനെ ചിന്തിക്കണവരുണ്ട്. ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടല്ല, സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു 10 രൂപ വരുമാനം ഉണ്ടാക്കുക പറഞ്ഞാൽ ഭയങ്കര ഹൈറായൊരു കാര്യമാണ്. അപ്പോൾ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്, അതിനൊരു നിമിത്താവുക എന്നുള്ളത് നമ്മളെ ഭാഗ്യമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഒത്തുചേരുമ്പോഴാണല്ലോ കാര്യങ്ങൾ പൂർത്തിയാവുന്നത്. അപ്പോൾ അതിൽ എനിക്ക് നല്ല സന്തോഷം. പിന്നെ എൻ്റെ മക്കൾ, ഇപ്പോൾ മരുമകന്, ഹസ്ബൻഡ്, എല്ലാവരും, പിന്നെ അനിയത്തിൻ്റെ പഠിക്കാൻ പോകണ്ട ഹസ്ബൻഡ് ഇപ്പം എന്താ പറയുന്നത്, പഠിക്കാൻ പോകണ്ടെന്നല്ല, ചെയ്യുന്നത് ഇഷ്ടമാണ്. പൊതുവെ പുറത്ത് പോയി ചെയ്യാൻ ഞാനും ആ ഒരു ഞങ്ങളെ ഫാമിലി വെച്ചിട്ട് ഇപ്പോൾ എൻ്റെ ബ്രദർ അവർക്കൊന്നും ഇപ്പോൾ ഞാൻ അങ്ങനെ ഇഷ്ടമില്ല, പുറത്ത് പോയി പോകുക എന്നുള്ളൊരു കാര്യം ഇഷ്ടമില്ല. ഞാനും അങ്ങനെ ഒതുങ്ങി കൂടിയ ഒരാളായിരുന്നു, എനിക്കും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ചില തളർച്ചകൾ നമുക്ക് പുറത്തേക്ക് പോവേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കും, അത് നമുക്കൊരു വളർച്ചയ്ക്ക് കാരണമാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് അത്യാവശ്യമായിരുന്നു മുന്നോട്ട് കൊണ്ടുപോകല്. ഇതെങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞാൻ ഉറങ്ങാതെ ചിന്തിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സ്ഥാപനം നിർബന്ധമായി വരികയാണ്. അതിന് 100 ഇപ്പം ഞാൻ രാത്രി 1 മണി വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. 1 മണിക്ക് ഞാൻ ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം വൈകും. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. കസ്റ്റമർ വന്നാൽ അവരെ ഡ്രസ്സ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ 11 മണി 12 1 മണി വരെ ഷോപ്പിലിരിക്കുമ്പോഴും എനിക്കെൻ്റെ കുടുംബം നല്ല സപ്പോർട്ടാണ്. പക്ഷെ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനം ഒരു ടൈലറിങ് പഠിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു സോഷ്യോ ഓൺട്രപ്രണർഷിപ്പ് മോഡലാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കറിയില്ല, ഇപ്പോൾ 20,000 പേർക്ക് ഒരു നമ്മളും അറിയില്ല, ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയ ധർമ്മം അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായ കഴിവ് കൊടുക്കലാണ്. നമുക്കൊരാൾക്ക് വേണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, അത് നല്ല കാര്യമാണ്. പക്ഷെ അതോടുകൂടി അതവിടെ അവസാനിക്കില്ലല്ലോ, അയാളെ പ്രശ്നം തീരൂലല്ലോ. അയാൾക്ക് അടുത്ത നേരം വിശക്കും. നേരെ മറിച്ച് അയാളെ സ്ഥിരമായ വിശപ്പടക്കാനുള്ള ഒരു മാർഗം പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു മഹത്തായ കാര്യമാണ്. നിങ്ങൾ ചെയ്തത് എന്തായാലും വലിയൊരു കാര്യമാണ്. അതൊരു ബിസിനസ് മോഡൽ എന്ന് അതിനെ പറയാൻ പറ്റുമെന്ന് പോലും കാര്യമില്ല. പക്ഷേ 20,000 ആൾക്കാരുള്ള ഫാമിലിയിലൊക്കെ അതൊരു മാറ്റം ഉണ്ടാക്കി അവരിലേക്ക് അതൊരു വലിയ ജീവിതമാർഗ്ഗമായി എന്ന് പറയുന്നത് റിയലി അപ്രീഷിയേറ്റബിൾ, ഗ്രേറ്റ്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഇതങ്ങനെ നന്നായി വളർത്തിക്കൊണ്ട് പോകണം, നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഇനി എത്രയോ പേര് നമ്മളെ ഈ ഒരു ഇതിൽ കാത്തിരിപ്പുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കണം, അതൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആഗ്രഹം. ഈ യാത്രയിൽ നിങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തായിരുന്നു?
വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ, നല്ല വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. 3 മാസത്തോളം ഒറ്റപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, വീഴ്ചകളിൽ കൂടെ ആരും നിൽക്കില്ല, വളർച്ചയിൽ എല്ലാവരും ഉണ്ടാവും. ഞാൻ പഠിച്ചത് എൻ്റെ വീക്ക് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സഹായിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും ഒന്ന് കണ്ണ് നിറഞ്ഞാൽ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണത്. സത്യം പറഞ്ഞാൽ നമ്മൾ വണ്ടിൻ്റെ അടുത്ത് കൂടെ ഇപ്പോൾ ഒരാൾ പോയാൽ ഇത് കൊടുക്കാൻ, അത് കൊടുക്കാൻ എനിക്ക് കഴിയാതെ പോയാൽ അതുപോലും എൻ്റെ മനസ്സിൽ ഒരു നോവാണ്. പക്ഷെ നമ്മൾ ചേർത്ത് പിടിച്ചവരായിരിക്കും നമ്മളെ ആദ്യം തള്ളിയിട്ടുണ്ടാവുക. പക്ഷെ എൻ്റെ മനസ്സ് പഠിച്ചോൻ കണ്ടെന്നുള്ളത് സത്യമാണ്. കാരണം ഇപ്പോൾ ഞാൻ ഈ 500 രൂപ വാങ്ങുക എന്ന് പറഞ്ഞത് ഞാനൊരു തൊഴിലാണ് ചെയ്യുന്നത്. ആ തൊഴിലിന് നമുക്ക് എല്ലാവർക്കും അവനവൻ്റെ തൊഴിലിനൊരു ഇതുണ്ടാവും, ഇൻകം വേണമല്ലോ. അപ്പോൾ എനിക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ 500 രൂപ ചെറിയൊരു ഇൻകം വെച്ചിട്ടാണ് ഞാനെല്ലാം ക്ലാസ് കൊടുക്കുന്നത്. 6 മാസം വരെ ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിലൂടെ ഞാനൊരു സഹായം കൂടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ല നിമിഷം. ഖുർആനിലെ വളരെ ഫേമസ് ആയൊരു വചനമുണ്ട്. അതായത് ഭൂമിയിലുള്ളവനോട് കരുണ കാണിക്കുന്നവനോട് ആകാശത്തുള്ളവൻ കരുണ കാണിക്കും. നിങ്ങൾ ചേർത്ത് പിടിച്ച ആൾക്കാർ നിങ്ങളോട് തിരിച്ച് കാണിച്ചിട്ടില്ലെങ്കിലും പടച്ചോൻ കയ്യിലുള്ള തരും. അത് സ്വാഭാവികമാണ്. ഈ യാത്രയിൽ ഞാൻ പോകുന്നത് ശരിയായ റൂട്ടിലാണ്, നല്ല കാര്യം, ഇതാണ് എൻ്റെ ജീവിത ലക്ഷ്യം, ഇനി ഞാൻ ഇതാ ചെയ്യാൻ പോകുന്നത്, അങ്ങനെ തോന്നിയൊരു നിമിഷം ഏതായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു 3 മാസത്തോളം ഡൗൺ ആയിപ്പോയിന്ന്. അപ്പോൾ എൻ്റെ ചെറിയ മോൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ നല്ല ഫുഡ്, നല്ല ഡ്രസ്സ്, അതാണ് ഓൻ്റെ ഒരു ഇത്. അവനാണ് എൻ്റെ വീട്ടിൽ കൂടുതൽ ആ കാര്യങ്ങൾ അപ്പോൾ ബ്രാൻഡഡ് അങ്ങനെയൊക്കെ ചിന്തിക്കണ ഒരാളാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഞാനിങ്ങനെ ഡൗൺ ആയപ്പം കൂടുതൽ നേരം കിച്ചണിൽ നിൽക്കാനോ അവരുടെ കൂടെ ചിലവഴിക്കാനോ എനിക്ക് കഴിയില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ അങ്ങക്ക് നല്ലൊരു തൊഴിലില്ല ഞങ്ങളുടെ കയ്യിൽ. അന്നും എൻ്റെ ഓൺലൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വല്ലപ്പോഴും ഓരോരുത്തർ കയറുക ആ ഒരു അവസ്ഥയിൽ. അപ്പം എന്നോട് പറഞ്ഞു, ഉമ്മ നിങ്ങളെ കയ്യിൽ നല്ലൊരു തൊഴിലില്ലേ, നിങ്ങൾക്ക് ഇനിയും ഇതേപോലെ പൈസ ഉണ്ടാക്കിക്കൂടെ, നിങ്ങൾ ഇതിങ്ങനെ ടെൻഷൻ ആവണത്, നിങ്ങളിങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കതൊരു ടെൻഷൻ ആവില്ലമ്മ, അപ്പോൾ നിങ്ങളെ തൊഴിലിൽ മുന്നോട്ട് വരും. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി, പിന്നെ എൻ്റെ മരുമകന് നല്ല സപ്പോർട്ടായിരുന്നു, മോളെ ഹസ്ബൻഡിലുപരി മക്കളെ പോലെ. അങ്ങനെയാണ് നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ നമ്മൾ നന്നായി അധ്വാനിച്ച്. ഇതിൽ ശരിക്കും നിങ്ങൾക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത് എപ്പോഴാണ്? നമ്മൾ ഒരു കസ്റ്റമറെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. ഇത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണ ഒരു പയ്യുണ്ട്, അവർ തിരുവനന്തപുരത്തുള്ളതാണ്. അവർ വന്നിട്ട് സോഷ്യൽ മീഡിയ വഴി ഇത് പിന്നെ ഇങ്ങനെ ചെയ്യാൻ കഴിയും, ആഡ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു തന്നപ്പോൾ അത് ഞാൻ എൻ്റെ മരുമകൻ്റെ അടുത്ത് പറഞ്ഞപ്പം അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അങ്ങനെയാണ് ഇതിനൊരു നമുക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. കൂടുതൽ ആളുകളിലേക്ക് എത്താനും സോഷ്യൽ മീഡിയ ആണ് ശരിക്കും. ഈ കോഴ്സിന്റെ ഫീസ് 500 രൂപ ആക്കിയതിന് ശേഷം വലിയൊരു തള്ളിക്കയറ്റം ഉണ്ടായോ സ്റ്റുഡൻസിന്റെ? മിക്ക മന്തും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഈ റേറ്റ് കൂട്ടൂല? അല്ല, പലപ്പോഴും ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഗിവ് അവേ കൊടുക്കാറുണ്ട്, മെഷീന് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കൽ അത് അർഹതപ്പെട്ടുള്ളവർക്ക് കിട്ടട്ടെ എന്നാ. അപ്പോൾ അതും കൂടെ ഈ കൂട്ടത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ഫീ ആയാലും അതിപ്പോൾ അതിനൊരു ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതൊരു തൊഴിൽ മാർഗ്ഗമാണല്ലോ. ഒരു മെഷീൻ കിട്ടുക പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇൻകം വരാറുണ്ട്. ആ സമയത്ത് തന്നെ അവർക്കത് കൊടുക്കാനും കഴിയാറുണ്ട് നല്ല രീതിയിൽ. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സ്റ്റുഡൻറ്റിന് ബേസിക് ടു അഡ്വാൻസ്ഡ് ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പൊതുവേ നമുക്കൊരു തയ്യൽ ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ആയാൽ ഈ 500 രൂപയിൽ ബേസിക് ടു അഡ്വാൻസ്ഡ് ആണോ? 500 രൂപയിൽ ഇൻക്ലൂഡഡ് ആണോ? ഇനി വേറെ അഡ്വാൻസ്ഡ് കോഴ്സ് ഇല്ല? ആ കൊടുക്കുന്നത് അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു വ്യക്തിക്ക് ധൈര്യം വേണമല്ലോ കസ്റ്റമർ ഇത് വാങ്ങാൻ. ഫസ്റ്റ് ടൈം അവരുടെ അടുത്ത് ഞാൻ പറയും, നിങ്ങൾ സ്വന്തം അളവിൽ ചെയ്യാം, അതിലുള്ള പോരായ്മകളെ തിരിച്ചറിയാം, അതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. രണ്ടാമത് നിങ്ങളെ ഫ്രണ്ട്സിനോട് പറയാം, ഞാൻ ചുരിദാർ ചെയ്തുതരാം, എനിക്ക് തുണി തന്നാൽ മതി, പൈസ വേണ്ട. രണ്ടാമത് പുതിയ ഡ്രസ്സിൽ, അപ്പോൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് പേടിയുണ്ടെങ്കിൽ വിളിക്കുക. അപ്പോൾ അവർ അളവൊക്കെ വിട്ടുതരും, വാട്സപ്പിൽ അളവൊക്കെ എടുത്ത് അപ്പം തന്നെ വിട്ടരുത്, ഡൗട്ട്സ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കും, ഇല്ല കട്ട് ചെയ്തോളി എന്ന് പറയും. അവർക്കും ഒരു ധൈര്യമാണ് ചെയ്യാൻ. നമ്മൾ പറയുമ്പോൾ ഒരു മാഷ് വിളിച്ചിരുന്നു, അവരെ വൈഫ് 3 തവണ പ്ലെയിനിൽ പോയതായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഒരു 500 കളയണോ നിങ്ങൾ, പിന്നെ അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയെന്ന് പിന്തിരിപ്പിക്കണം പറഞ്ഞു എന്നോട്. 3 തവണ പോയിട്ടും ഒരു തുണി പോലും കട്ട് ചെയ്തിട്ടില്ല, തുണി മൊത്തം വേസ്റ്റ് ആക്കിയിരിക്കുകയാണ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 3 തവണ പോയിട്ട് കുറേ പൈസ പോയി പറഞ്ഞു, ഒരു 12,000 പോയി അങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു അത്രയും പൈസ പോയില്ലേ സാറ്, പോയി ഒരു 500 കൂടി കളയും. ഇപ്പോൾ എന്തായാലും ഒരു ചുരിദാറെങ്കിലും അവൾ അടിച്ചിരിക്കും. 500 ഇപ്പോൾ എന്തായാലും നമുക്കൊരു ചാർജാണല്ലോ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാളെ. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ കുറേ ദിവസം ഒരു 4-5 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം വീഡിയോ കോൾ വരുന്നുണ്ട് രണ്ടാളും കൂടെ. എന്നിട്ട് ചുരിദാർ പുതിയത് അടിച്ചിട്ടിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ എനിക്ക് വാക്കുകളില്ല പറയാൻ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ടീച്ചറായിരുന്നെങ്കിൽ മക്കൾക്ക് ഫുൾ A+ കിട്ടിയാൽ. ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞത് മനസ്സിലായത്,
നിങ്ങൾ ആളുകൾക്ക്, അതായത് ഈ ജീവിതത്തിൽ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട ആൾക്കാർക്ക്, ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് നിങ്ങൾ 500 രൂപയുടെ ഒരു കോഴ്സ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ സത്യത്തിൽ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ ഉപയോഗിച്ചത്. അതിലൊരു നിങ്ങളിപ്പോൾ അതിൽ ബേസിക് ടു അഡ്വാൻസ്ഡ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും നിങ്ങൾ 500 രൂപയുടെ പാക്കേജ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷ നിലനിർത്താനുള്ള, ജീവിതം മുന്നോട്ട് കൊണ്ടുള്ള പ്രതീക്ഷ നിങ്ങളതിൽ വിറ്റ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം അതാ. ഇപ്പോൾ ഇപ്പോൾ ഇത് കാണുന്നതിൽ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പല കാരണം കൊണ്ട് പ്രതീക്ഷിക്കാത്ത പല അസുഖങ്ങളായി കൂടെയുള്ള ആൾക്കാർ നഷ്ടപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടിലെ ഒരേ ഒരു വരുമാന മാർഗ്ഗം ഇല്ലാതെ അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരിക്കുന്ന എനിക്ക് എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യും. ഇപ്പം ഞാനിവിടെ ലോണ് ചെയ്യുന്ന ഒരാൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ചെയ്തു, എനിക്ക് പേഴ്സണൽ ലോൺ കിട്ടുമോ, എനിക്ക് ഇത്രയും കടയുണ്ട്. ഞാനെൻ്റെ ട്രെയിനിങ്ങിൻ്റെ പരസ്യം ചെയ്യുമ്പോൾ ആൾക്കാർ മെസ്സേജ് ചെയ്യും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ. അപ്പോൾ നമുക്ക് അതിനൊക്കെ അറിയാം നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു പരിചയമില്ലാത്ത ആൾക്കാരിങ്ങനെ ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യണമെങ്കിൽ അവർക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണല്ലോ. എനിക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇങ്ങനെ ഇരിക്കുന്ന കുറേ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ, ഇവരോട് നിങ്ങൾക്ക് എന്താ പറയുള്ളത്? നമ്മളിങ്ങനെ ഇരുന്നാൽ നമ്മൾ ഇരിക്കുക മാത്രം ചെയ്യുള്ളൂ. നമ്മൾ തേടി ഇറങ്ങണം. ഇപ്പോൾ ഒരു സ്റ്റിച്ചിങ് ആയാലും നമ്മൾ വീട്ടിലിരുന്ന ഏറ്റവും നല്ല മേഖലയെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ വീട്ടിലിരുന്നിട്ട് നമ്മളെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇടയിൽ, നമ്മളെ മക്കളെ നോക്കുന്ന ഇടയിൽ, നമ്മളെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഇടയിൽ നമുക്കൊരു 10 രൂപ വരുമാനം നമ്മളറിയാതെ എഫേർട്ടില്ലാതെ നമ്മളെ തിരഞ്ഞു വരികയാണ്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്നൊക്കെ കുറേ സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ വർക്ക് ചെയ്യണവരാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളെന്തെങ്കിലും ചെയ്യണം, നല്ല ചാർജാണ് സ്റ്റിച്ചിങ്ങിന്. അപ്പോൾ അവരൊക്കെ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടായിട്ട് ഒരു സൈഡായിട്ട് അവനെന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ, നമുക്കിപ്പോൾ ഒരുപാട് ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് എൻ്റെ ക്ലാസ്സിൽ. അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ അറിയോ, ഞങ്ങൾക്കൊരു ആശ്വാസമാണ് നിങ്ങളെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴോ എൻ്റെ ഒരു വാക്കിലോ എൻ്റെ ഒരു സമയത്ത് ആശ്വാസ വാക്കിലോ എന്തോ ഒന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവം തന്ന അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേപോലെ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ കാണാൻ വന്നിരുന്നു, തൃശ്ശൂരിൽ നിന്ന് അരീക്കോടുക്ക്. അപ്പോൾ അവരെ ഒരു കുട്ടിക്ക് സുഖമില്ലായിരുന്നു, മോന്. അപ്പോൾ ഇങ്ങനെ സുഖമില്ലാത്ത മോനായതുകൊണ്ട് എപ്പോഴും തോളിലിട്ട് ഇങ്ങനെ തട്ടി അങ്ങനെ കുട്ടി മേലിൽ കിടന്നാണ്ട് തന്നെ മരിച്ചേരെയാണ് മേലിൽ നിന്ന് എടുത്തത് പറഞ്ഞു. അതിനുശേഷം ആളാകെ ഡിപ്രഷനായി. ഒരു 2-3 വർഷത്തോളമായിട്ട് ഒരവസ്ഥയിലാണ്. സ്റ്റിച്ച് ചെയ്യായിരുന്നു നേരത്തെ. ചാനലിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് എന്തോ ഇതൊന്ന് മുന്നോട്ട് വരണം തോന്നി. എന്നിട്ട് പിന്നെ സ്റ്റിച്ചിങ് തുടങ്ങി. ഇന്നെ തിരഞ്ഞ് വന്നു. ഞങ്ങൾക്ക് മാക്സി ബിറ്റിൻ്റെ സെയിലുണ്ട്. എന്നിട്ട് കടയിൽ വന്ന് മാക്സി ബിറ്റ് എടുത്തുകൊണ്ട് പോയി. ഇന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ സ്റ്റാഫിനൊക്കെ സങ്കടം, അത് കരയണ കണ്ടിട്ട്. അപ്പോൾ അവർ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു ദിവസത്തെ ജോലി പോയാലും കുഴപ്പമില്ല, അവളെ മനസ്സ് അങ്ങനെയെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ അതൊരു വലിയ ഹൈറല്ലേ. അപ്പോൾ അവരൊക്കെ തളർന്നെടുത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിഞ്ഞെങ്കിലെന്ന് വിചാരിച്ച് വരുന്നവരാണ്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളില്ലാത്തവരാരും ഉണ്ടാവില്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിലൊരു അതിജീവനം ഉണ്ടാവുക, അല്ലാതെ ഉണ്ടാവില്ല. ഏതൊരു മനുഷ്യനും ഒരു താഴ്ച വന്നിട്ടാണ് ഒരു വളർച്ച ഉണ്ടാവുക. നമ്മളെ ഉള്ളിലുള്ളതിനെ പുറത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വേണം. എപ്പോഴും നമ്മൾ സന്തോഷമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും നേടാൻ കഴിയില്ല. ആ സന്തോഷത്തിൻ്റെ മൂല്യം പോലും നമ്മൾ തിരിച്ചറിയില്ല. നമ്മളൊരു സുഖമില്ലാത്ത ഒരാളെ കാണുമ്പോഴാണ് നമുക്ക് തന്ന ആരോഗ്യത്തെക്കുറിച്ച് അപ്പം ചിന്തിക്കണത്. ഓ, എനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ, അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ, അങ്ങനെ ചിന്തിക്കണത്. അതേപോലെ നമ്മൾ തളർന്നിരുന്നാൽ ഇരിക്കാൻ മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു ചുരിദാർ അടിക്കാൻ എത്ര രൂപയാവും? 400-500 ഒക്കെ വരും. അപ്പോൾ ഒരു ചുരിദാർ അടിക്കുന്ന കാശ് കൊണ്ട് വേണമെങ്കിൽ ജീവിതമാർഗം ഉണ്ടാക്കാം ശരിക്കും. എന്തായാലും 20,000 എന്നുള്ളത് ഒരു 2 ലക്ഷം 2 കോടി ആൾക്കാർക്കൊക്കെ ജീവിതമാർഗം ഉണ്ടാക്കാനും ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ പ്രതീക്ഷ ഉണ്ടാക്കാനും, ഈ ജീവിതത്തിലെ ഈ ഹോപ്പ് സസ്റ്റെയിൻസ് ലൈഫ് എന്നാണ്. ആൾക്കാർക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ പലതും സംഭവിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് പ്രതീക്ഷ നൽകാനും ഒരുപാട് ആൾക്കാർക്ക് കോൺഫിഡൻസ് കൊടുക്കാനും കഴിയട്ടെ. പടച്ചവന് ദീർഘായുസ്സ് നൽകട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.